എവിടെയാണിത്? അങ്ങനെ കൊണ്ട് ആരോ കളഞ്ഞായിരിക്കും, അല്ലാണ്ട് വഴിയില്ല. നല്ല പട്ടിയാണല്ലേ? നല്ല പട്ടിയാ. അങ്ങനെ ചെയ്യാം. ഇപ്പൊ കിട്ടി. ഇങ്ങോട്ടാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തിട്ട് ഇതിനെടുത്തിട്ട് നേരെ ഇവിടെ അടുത്ത് ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട് അതല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ട് എങ്ങനെയാണ് പോയിട്ട് ഞാൻ എൻ്റെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് പിക്ക് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്തായാലും വഴിയിൽ ഇട്ടിട്ട് പോകണില്ല, അതിനെ ഉപേക്ഷിച്ചിട്ട് പോകണില്ല. പിടിച്ചോട്ടെ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഏകദേശം പാതി മുക്കാൽ കൊണ്ട് ട്രീറ്റ് ചെയ്ത്. ബിനു ഡോക്ടറാണ്, ഗംഭീരമായിട്ട് എല്ലാം നിറച്ച് പുഴുവായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നാളെ സെറ്റ് ചെയ്ത് പൗഡറൊക്കെ ഇട്ട് തിന്നു. ഇപ്പം നമ്മളിവിടെ ആക്കിയിട്ട് പോകും, ഒരു കൂടെ പോയിട്ട് ആക്കിയിട്ട് പോകും. നാളെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് പോകും. കഴിയും. അപ്പോൾ കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ഇവിടെ കിടത്തിക്കോളാം, ഒരു കേജ് ഉണ്ട്, അവിടെ കിടത്തിക്കോളാന്ന് തോന്നുന്നു. നാളെ രാവിലെ ഞങ്ങൾ വന്ന് എടുത്തിട്ട് പോരാ, ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ എറണാകുളത്ത്. ശരി ഡോക്ടറെ. അപ്പോൾ നമ്മൾ ഇന്നലെ അവിടെ ഹോസ്പിറ്റലാക്കിയിട്ടാണ് വന്നേക്കണത്. അടവില്ല ഇന്നലെ വന്നിട്ട് എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. നേരെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. അതിന് മുമ്പ് ഇങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് അതിനുള്ള ഗേജ് മേടിക്കണം, പിന്നെ ഒരു ലീഷ് മേടിക്കണം, ഒരു ബെൽറ്റൊക്കെ മേടിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നേരെ അവിടെ പോയിട്ട് അതിനെടുത്തിട്ട് വേണം നമുക്ക് എറണാകുളത്തോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പോണ വഴി പെറ്റ് ഷോപ്പ് തുറന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇത് മേടിച്ചിട്ടുണ്ട്, അതിനൊരു ബെൽറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകാം. ഓക്കെ കേട്ടോ.
ഒരു ശരിക്കും നല്ലതായിട്ട് വളർത്തിക്കൊണ്ടിരുന്നു. ഇന്നലെയാണെങ്കിൽ ഇടയ്ക്ക് തന്നെ ഇത് തുറന്നിട്ട് കേജ് തുറന്നിട്ട് ഞങ്ങളുടെ പുറകെ ഇങ്ങനെ ഇന്ന് കൊറേ ദിവസമായിട്ട് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്. കണ്ടിച്ച് കളയാ പുട്ട് കൊടുത്ത് അതങ്ങ് കഴിച്ചു മൊത്തം. അല്ല ഇന്നത്തെക്കാളും ഒത്തിരി ബെറ്റർ ആയി കേട്ടോ. നന്നായിട്ട് അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ഞാൻ എൻ്റെ പേപ്പറും എൻ്റെ ഇതൊക്കെ ഒന്ന് മരിച്ചേക്കട്ടെ. വാക്സിനേഷൻ റൂളും എല്ലാം ഉണ്ട്. കിടന്നോട്ടാ. ആ ബാസ്കറ്റിങ് എടുക്കും. മുട്ടിക്കാറുണ്ട അല്ലല്ല ഈ ബോക്സർ ഇല്ല, ബോക്സറും നമ്മുടെ ബാസറ്റ് ഹൗണ്ട് അല്ലെങ്കിൽ ഈ എന്നാ നമ്മുടെ ഡാഷിന്റെ ക്രോസ് വല്ലതായിരിക്കും. മുഖം ഫുൾ ബോക്സറിന്റെ മുഖം. അത് മതി. ഇത് ഞാൻ ഇങ്ങനെ വണ്ടി കയറിയാൽ കുഴപ്പമുണ്ടാവില്ല. ആരും പരിചയമുണ്ടെന്ന് പറഞ്ഞില്ലേ? അടയ്ക്കാതെ ഇരുന്നാ മതി. ഈ ഐഡിൻ വെച്ച് ആദ്യം ഒന്നേ ജസ്റ്റ് സിറിഞ്ച് വേണോ ഉള്ളിലോട്ട്? ഓയിന്റ്മെന്റ് ആദ്യം ഒരു ഒത്തിരി എടുക്കരുത്. ഒരു 0.5 ml ജസ്റ്റ് ആ ഉള്ളിലോട്ട് ഒന്ന് ഇത് ചെയ്തിട്ട് പഞ്ഞി വെച്ചൊന്ന് ഇത് ചെയ്യുക. ആണ് ഇരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ അകത്ത് ഡോക്ടറെ വിളിച്ചോളാം. ഓക്കെ. ആ സർട്ടിഫിക്കറ്റ് ഡോക്ടർ ഫുഡ് കൊടുക്കുന്നുണ്ട് രാവിലെ കൊടുക്കാൻ. ഞാൻ നേരത്തെ വരുന്ന അറിയില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങൾ യാത്രയാവും. ഈ പല്ലൊക്കെ പല ഷേപ്പിലിരിക്കും. അപ്പൊ നമ്മുടെ ഉന്നത്തിന് കിട്ടിയല്ല. ഇനി അവിടെ കിടന്നോളൂ. ഓക്കെ. ഫോൺ പോയി. വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. ഡോക്ടർ ഇന്നലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ രാവിലെ കൊടുക്കാനായിട്ട്. വാ ഓടി ഓടി വെള്ളം കുടിച്ചു. ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ നിന്ന് ഡോക്ടർ കൊടുത്തു വിട്ട ചോറ് മുഴുവൻ തിന്നു. വേണ്ട, വിശന്ന അതിനും വല്ലാതിരിക്കരുന്നു. വേറെ ചോറ് എടുക്കാൻ പോയിട്ടുണ്ട്. അത് കൊണ്ടുവരട്ടെ, നമുക്ക് കൊടുക്കാം. ഇനി വേണോടാ?
അപ്പോൾ എന്തായാലും മോളിൽ കൊണ്ടുവന്ന് നമ്മളൊരു കൂട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ പതിയെ പതിയെ ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആവണമൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇതിനൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം നമുക്ക് ആദ്യമേ. ഇത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കൊണ്ടുവന്നല്ല, എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഞാൻ അടൂർ എൻ്റെ ഒരു പുതിയ വർക്കിൻ്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അടൂരേക്ക് പോകുമായിരുന്നു. അങ്ങനെ പോണ വഴി ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഹൈവേയിൽ തന്നെ ഇങ്ങനെ റോട്ടിൽ കിടന്ന് ഇങ്ങനെ വണ്ടികളുടെ ഇടയിൽ കൂടെ കിടന്ന് ഓടുക. അപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഡ്രൈവർ പയ്യനാണ് പറഞ്ഞത്, സുനീർ പറഞ്ഞു ഇന്ന പോലെ ചേട്ടൻ പട്ടി അവിടെ കിടന്ന് ഇങ്ങനെ ഓടി നടക്കണമെന്ന്. അപ്പം ഞാനിവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് കണ്ടോ. കണ്ടില്ലേ? ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ട് തിരിയാൻ പറ്റില്ല, ഫുൾ ടൈം കൂടെ ഉണ്ടാവും. ഇന്നിപ്പോൾ രാവിലെ ഞാൻ അതുവഴി പോയിട്ട് അടുക്കള വഴി കയറിയപ്പോഴത്തേക്ക് ആളെ കാണാനില്ല. ചെന്ന് നോക്കുമ്പോൾ അവിടെ മുകളിൽ തന്നെ അന്വേഷിച്ചോട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത്രക്ക് സ്നേഹമുള്ള ആളാണ് ഇത്. ഇത്രയും സ്നേഹമുള്ള ഇതിനെ കളഞ്ഞത് ആരാണെങ്കിലും അവർ ഇപ്പം ദുഷിക്കേണ്ടി വരും ഇനി കേട്ടോ. അത്രക്ക് നല്ല സ്നേഹമുള്ള രോഗമാണ്. എന്തായാലും നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഏറ്റവും വെയിറ്റ് ചെയ്യണം. ചേട്ടായി ഡ്രസ്സ് ചെയ്ത് നോക്കണ്ടെന്നല്ല, നോക്കിയപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇവള് വന്നതിനേക്കാളും നന്നായിട്ട് ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോക്ടർ വിളിച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയൊക്കെയാണ്, എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടർ വിളിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും അവൾക്ക് നമ്മൾ കൈ കിട്ടിയപ്പോൾ തന്നെ റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തല്ലേ, അവൾക്ക് കുത്തിവെപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാലും ഒന്ന് ഡോക്ടർ കൊണ്ട് ഇവിടെ വയറ് നമുക്ക് കിട്ടിയപ്പോഴും ഒന്ന് വീർത്ത പോലെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതെന്താ ഇനി വല്ല പ്രഗ്നൻ്റ് ആണോ എന്നറിയില്ലല്ലോ. ഇനി എന്താണെങ്കിലും ഒന്ന് ചെന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോൾ തൽക്കാലം നമ്മൾ അവളുടെ മുറിവ് ഉണക്കുക എന്നുള്ളൊരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ട് ഇത് കാണുമ്പോഴേക്കും. എനിക്കങ്ങനെ മുറിവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ തളർന്നു. ഇത് പക്ഷെ അവൾ ആ വേദന സഹിച്ച് കിടന്നു കൊടുക്കണുണ്ടോ അല്ലേ ഏട്ടേ? ഇതൊക്കെ ഡോക്ടർ കാണിച്ചതെന്നല്ല, ഡോക്ടർ അവിടെ ചെയ്ത് ഞാൻ കണ്ടതാണ്. 2 ദിവസം ഡോക്ടറുടെ കൂടെ ഇരുന്ന കാരണമായി.
ഇതൊക്കെ അവിടെ തന്നൂട്ടം മരുന്നാ, ഡോക്ടർ തന്നൂട്ടം മരുന്നത്. അവിടെ അവിടെ കിടന്നോ കഴിയൂട്ടാ, ഇപ്പൊ കഴിയൂട്ടാ, കഴിയും. കുഞ്ഞു കിടന്നോ, ഇവിടെ കിടന്നോ, കിടന്നോട്ടാ, മരുന്ന് വെച്ച് കഴിഞ്ഞ് ആളിറങ്ങി ഓടിയിട്ടുണ്ട്. മൂത്രമൊഴിക്കാൻ പോയതാണ്. അപ്പൊ കഴിഞ്ഞു, എല്ലാം ക്ലീൻ ചെയ്തു.